ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് എന്റെ പ്രൊമോ കോഡായ 2222 വന്ന ഈ കോഡ് യൂസ് ചെയ്ത് പറഞ്ഞ് നിങ്ങൾക്ക് 50% ഡിസ്കൗണ്ട് ഇടും. സോ പൈസക്ക് കുഴപ്പമുള്ളവർ എന്തായാലും വാങ്ങാം. അപ്പൊ ശരി ഗൈസ്, അടുത്ത വീഡിയോയിൽ അടുത്തൊരു ആസിഡ് ഞാൻ വരുന്നതായിരിക്കും. അതും വാങ്ങി എന്നെ ആ കമ്പനിക്കാർ റിച്ച് ആക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ശരി, അപ്പൊ നമ്മുടെ പൈസക്ക് അത്യാവശ്യം ഷോയുടെ രണ്ടാമത്തെ സീസണിലെ എത്രാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഫാമിലി വ്ലോഗേഴ്സിനായിട്ട് പുകയ്ക്കാൻ പോകുന്നു ഗൈസ്. ബ്യൂട്ടി വ്ലോഗേഴ്സ്. ഇവരെ പറ്റി രണ്ടു വാക്ക് പറയാൻ പറഞ്ഞ രണ്ട് തെറി. യൂട്യൂബിൽ ഓഡിയൻസിനെ പറ്റി പൈസ ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും വിഷം കൂടിയാലും ജീവികളാണ് ഗൈസ്. ഇവരുടെ ജീവിതത്തിൽ ആകെ പ്രൊഡക്റ്റീവായി ചെയ്യുന്ന ഒരേ ഒരു കാര്യം സ്കിൻ കെയർ ആണ്. രാവിലെ എണീക്കുന്നതിന് ഇവർ മോർണിംഗ് സ്കിൻ കെയർ ചെയ്യാനാണ്. അതാണെങ്കിൽ 10 സ്റ്റെപ്പ് റൊട്ടീൻ എന്ന് പറഞ്ഞിട്ട് 12 മണി വരെ ഉണ്ട്. എന്നിട്ട് 12 മണിക്ക് ചോറിനായിട്ട് വീണ്ടും ആഫ്റ്റർനൂൺ സ്കിൻ കെയർ. അത് കഴിഞ്ഞ് പറഞ്ഞാൽ 8 സ്റ്റെപ്പ് റൊട്ടീൻ. അത് 20 സ്റ്റെപ്പ് ഉണ്ടാവും. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, ജീവിതത്തിൽ സ്കിൻ കെയർ അല്ലാതെ ഇവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഇവരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് രാവിലെ എനിക്ക് സ്കിൻ കെയർ ചെയ്യാൻ കിടന്നുറങ്ങും. പിന്നെ ഇവരുടെ കുറച്ച് ആസിഡ് ഉണ്ട് ഗൈസ്. നാസിഡം ആസിഡ്, സുലിസിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, പറയ ആസിഡ്. ഇവരുടെ മുഖം എന്ന് പറയുന്നത് ഇവർക്ക് കെമിസ്ട്രി ലാബാണ്. ഓരോ ദിവസം ഓരോ ആസിഡ് എടുത്ത് മൊത്തത്തിൽ. കെമിസ്ട്രി ലാബിലുള്ളവന്മാരും കൂടി ഇത്ര ആസിഡ് വെച്ച് കുണച്ചിട്ടുണ്ടാവില്ല. ഇവർക്കുള്ള ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് ഉണ്ട് ഗൈസ്. ഇവരുടെ കാണാൻ കുറച്ച് ഭംഗിയുണ്ട്. അത് വെച്ചിട്ട് ഇവർ ഓഡിയൻസിനെ പച്ചയ്ക്ക് പറ്റിക്കുകയാണ്. ഇവർ എല്ലാ വീഡിയോയിലും എന്ന് പറയുന്നത് നിങ്ങളുടെ മുഖത്തുള്ള കുരു മാറണമെങ്കിൽ ഈ ആസിഡ് തേക്കുക, നിങ്ങളുടെ മുഖത്തുള്ള പറി മാറണമെങ്കിൽ ഈ ആസിഡ് തേക്കുക. പക്ഷെ ഇവർ പറയുന്ന പ്രൊഡക്റ്റ് തേച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് ഒരു തേങ്ങി മാറാമുള്ള അവരുടെ അക്കൗണ്ട് ബാലൻസ് കൂടിക്കൊണ്ടേയിരിക്കത്തുള്ളൂ. കാരണം ഇതൊക്കെ പെയ്ഡ് പ്രൊമോഷനാണ്. ഓരോ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഇന്നോറ് അവർക്ക് 10-20% കമ്മീഷനും കിട്ടും, വേറെ എക്സ്ട്രാ പൈസയും കിട്ടും. പക്ഷെ ഇതൊന്നും ഓഡിയൻസിന് അറിയില്ല. എന്റെ ഓഡിയൻസിന്റെ അടുത്ത് പറയൂല ഇത് പ്രൊമോഷനാണ്. അങ്ങനെയുള്ള കുറച്ച് വ്ളോഗേഴ്സിനെയാണ് ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ വ്ളോഗേഴ്സ് പട്ടികയിൽ ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആണ് അൺബോക്സിംഗ് ഡൂഡ്. ഇതാണ് ലാക്മേന്റെ സൺ എക്സ്പെർട്ട് ഡ്രൈ മാറ്റ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ. ഇത് SPF 50 PA4+ ആണ്. നോൺ സ്റ്റിക്കി ആൻഡ് നോൺ ഓയിലി ഓൾസോ. ഇതിൽ 1% നിയാസിനമൈഡും സെറമൈഡും ഉണ്ട്. 1% നിയാസിഡ് ആസിഡ്, 2% സിലിസിലിക് ആസിഡ്, 3% സൾഫ്യൂരിക് ആസിഡ്. ഇത് മുഖമാണ് കെമിസ്ട്രി ലാബാണോ? എടാ, അതിന് റൈറ്റ് സൺസ്ക്രീൻ യൂസ് ചെയ്താൽ റൈറ്റ് പ്രൊട്ടക്ഷൻ കിട്ടും. അത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫിൽറ്റർ യൂസ് ചെയ്യാം. ആദ്യം ഒരു സൈഡിൽ നീ യൂസ് ചെയ്യുന്ന റെഗുലർ സൺസ്ക്രീൻ, മറ്റേ സൈഡിൽ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഈ ബ്ലാക്ക് ഇന്റൻസിറ്റി കണ്ടു കഴിഞ്ഞാൽ അറിയാം ഏതാണ് കൂടുതൽ പ്രൊട്ടക്ഷൻ തരും. ഒരു സൺസ്ക്രീൻ ഏറ്റവും നല്ലതാണെന്നോ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക? നിങ്ങൾ ആദ്യം ഒരു ഇൻസ്റ്റാഗ്രാം ഫിൽറ്റർ ഇട്ടിട്ട് അതിനകത്ത് സൺസ്ക്രീൻ തേക്കുക. എന്നിട്ട് ഏറ്റവും കൂടുതൽ ഇന്റൻസിറ്റി ഉള്ളത് ഏറ്റവും നല്ല സൺസ്ക്രീൻ. ലാബിൽ നിന്ന് കഷ്ടപ്പെട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഞങ്ങളൊക്കെ പൊട്ടന്മാരാടാ. ഈ ബ്ലാക്ക് ഇന്റൻസിറ്റി കണ്ടു കഴിഞ്ഞാൽ അറിയാം ഏതാണ് കൂടുതൽ പ്രൊട്ടക്ഷൻ തരും. ചാണകം തേച്ച ഇതിനൊക്കെ ഇന്റൻസിറ്റി ഉണ്ടാവൂടാ. 5 കൊല്ലം പഠിച്ച് സയന്റിസ്റ്റ് ആയി ലാബിൽ ഇരുന്ന് ടെസ്റ്റ് ചെയ്യണവരൊക്കെ പൊട്ടന്മാര്. ഒരു ഫിൽറ്റർ ഗൈസ്, ഒരു 20 സെക്കൻഡ് എനിക്ക് വേണ്ടി സ്പെയർ ചെയ്യാം. നിങ്ങൾക്ക് എഡിറ്റിംഗ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇൻട്രൊഡ്യൂസിംഗ് ബ്രൂട്ടോ എഫക്ട് എഡിറ്റിംഗ് കോഴ്സ്. ഈ ഒരു കോഴ്സ് എടുത്താൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ടോപ്പ് റിയാക്ഷൻ യൂട്യൂബേഴ്സിന്റെ എഡിറ്റ്, പിന്നെ ഗെയിമിംഗ് യൂട്യൂബേഴ്സിന്റെ സ്റ്റൈലിലുള്ള എഡിറ്റ്, അത് കഴിഞ്ഞ് ഡോക്യുമെന്ററി സ്റ്റൈൽ എഡിറ്റ്, സിനിമാറ്റിക് സ്റ്റൈൽ എഡിറ്റ്, പിന്നെ കാർട്ടൂൺ ആനിമേഷൻസ്, പിന്നെ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ജനറേഷൻ, പിന്നെ ഇതുപോലുള്ള കാർ എഡിറ്റ്സ്. ഇതെല്ലാം ഫോർ ജസ്റ്റ് 499. വൺ ടൈം പേയ്മെന്റ് ആണ്, ലൈഫ് ടൈം ആക്സസ് ഉണ്ട്. നിങ്ങൾ എഡിറ്റിംഗ് ഫുള്ളായി പഠിക്കുന്നവരെ നിങ്ങളുടെ ഓരോ ഡൗട്ടും ഞാൻ ഡയറക്റ്റ്ലി ക്ലിയർ ചെയ്തു. സോ ഇൻട്രസ്റ്റ് ഉള്ളവർ എന്റെ വെബ്സൈറ്റിൽ പോയിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്യുക. കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ ഗൈസ്, നമ്മുടെ ഡൂഡിന്റെ രണ്ടാമത്തെ പ്രൊമോഷൻ എത്തി. ഈ വീഡിയോയിൽ നമ്മൾ ഡൂഡ് ഡെയിലി യൂസ് ചെയ്യുന്ന 200ാമത്തെ സൺസ്ക്രീൻ ആണ് നമ്മളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതൊരു വാട്ടർ ടെസ്റ്റ് ആണ്. 2 ഗ്ലാസ് എടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ സീക്ക സൺസ്ക്രീൻ, മറ്റേതിൽ വേറൊരു സൺസ്ക്രീൻ. രണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാം സീക്ക സൺസ്ക്രീൻ വെള്ളത്തിൽ അബ്സോർബ് ആയി പോകുന്നത്. നിങ്ങളിത് കാണുക. വീണ്ടും കെമിസ്ട്രി ലാബിലുള്ളവരൊക്കെ ചൂത്യാസ് എന്ന് വിളിച്ച് ഡൂഡ് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഒരു കാര്യം അറിയാം, ഒറ്റ കാര്യം പ്ലീസ്. ഒരു സൺസ്ക്രീനിന്റെ പ്രൊട്ടക്ഷനും ഒരു സൺസ്ക്രീൻ വെള്ളത്തിൽ അലിയും തമ്മിൽ എന്താണ് ബന്ധം? സ്കിന്നിൽ തേച്ചിട്ട് അത് മെൽട്ടാണെന്ന് കാണിക്കണമെങ്കിൽ അത് സ്കിന്നിൽ തേച്ച് മെൽട്ടായി കാണിക്കണം. അതിന് വെള്ളത്തെ കലക്കിട്ട് എന്തിനോ കുറച്ചെടുത്ത് കുടിക്കാൻ അങ്ങോട്ട് വന്നു എന്നിട്ട് മെൽട്ടായി എന്ന് പറയും. എനിക്ക് ഉറപ്പാണ് ഗൈസ്, M4 കൂടി ഇത്രയും കെമിസ്ട്രി പരമായിട്ടുള്ള ജീനിയസ് എക്സ്പെരിമെന്റ്സ് നടത്തിണ്ടാവില്ല. എന്താണ് മോനെ, ഫേസ് നല്ല ഗ്ലോ ഉണ്ടല്ലോ. അത് ഞാനൊരു സാധനം യൂസ് ചെയ്യുന്നുണ്ട്, പറഞ്ഞുതരാം. അപ്പൊ ഞാൻ എന്റെ ഡാർക്ക് സ്പോട്ട്സും ആക്നെ സ്കാർസ് ഒക്കെ പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലീനിങ് ടർമറിക് ഫേസർ, മെയ്ഡ് വിത്ത് 100% ഓർഗാനിക്കലി സോഴ്സ്ഡ് ടർമറിക്, 10% ഗ്ലൈക്കോൾ ആൻഡ് 2% നിയാസിനമൈഡ്. ഇതൊരു ലൈറ്റ് വെയിറ്റ് ഫോർമുലയാണ് ദാറ്റ് ഒബ്സർവ് ക്വിക്ക് ആൻഡ് ക്ലിയർ ഡാർക്ക് സ്പോട്ട്സ്. ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ വിസിബിളി റെഡ്യൂസ് ആവണം നിങ്ങൾക്ക് കാണാം. ഒരു 2-3 ഡ്രോപ്സ് യൂസ് ചെയ്തിട്ട് ജെന്റലി ഒന്ന് മസാജ് ചെയ്താൽ അപ്പോൾ തന്നെ കാണാം നിങ്ങളുടെ സ്കിന്നൊക്കെ നല്ല രീതിയിൽ ഗ്ലോ ആവും. എന്ത് ഗ്ലോ ബ്രോ? നീ ആരെയെ പറ്റിക്കണ സുഹൃത്തെ? നിന്റെ റിംഗ് ലൈറ്റിന്റെ ടോൺ മാറ്റി കയറി അത് ഗ്ലോ ആയി മാറുമോ? ഗൈസ്, ആ ഷർട്ടിന്റെ കളർ നോക്കി, അത് പച്ച കളറാണ്. അതടക്കം വാംത്തായിട്ടുണ്ട്. കാരണം ഇത് റിംഗ് ലൈറ്റിന്റെ ഉള്ളിൽ ആ ഒരു ലൈറ്റ് വാംത്താക്കിയതാണ്, അല്ലാണ്ട് അത് ഗ്ലോ അല്ല. എന്റെ വേണമെങ്കിൽ ഞാൻ മാറ്റി കാണിച്ചുതരാം ഗൈസ്. എൻ്റെ കയ്യിലുണ്ട് റിംഗ് ലൈറ്റ്. ഇത് കണ്ടോ? ഇത് വാം ടോൺ ആക്കി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്ലോ ഉള്ള പോലെ തോന്നും. പക്ഷെ ഇത് റിംഗ് ലൈറ്റ് വാം ടോൺ ആക്കിയതാണ്, അല്ലാണ്ട് വേറെ ഇതൊന്നും വേണ്ട. ഇപ്പുറത്തെ സൈഡിൽ ബ്രൈറ്റ്, ഇപ്പുറത്തെ സൈഡിൽ വാം ടോണും കണ്ടു. ഇത് ഗ്ലോ പോലെയില്ല. ഇതാണ് അവൻ ചെയ്യുന്നത് ബേസിക്കലി. ഞാൻ കാണിച്ചു തരാം. എൻ്റെ റിയൽ സ്കിൻ എന്ന് പറഞ്ഞാൽ കണ്ട ഇത്രയും കുരുവും പാണ്ടും പറയൊക്കെ ഉണ്ട്. പക്ഷെ ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ അതൊക്കെ പോയി.
അത്രേ ഉള്ളൂ. ഈ റിംഗ് ലൈറ്റ് വെച്ചിട്ടാണ് ഇവർ നിങ്ങളെ പറ്റിക്കുന്നത്. ഇതാണ് ഇവരുടെ സ്കിൻ കെയർ. ഇങ്ങനെ ഒരു ഗ്ലോ കിട്ടണമെങ്കിൽ നിങ്ങൾ ബേസിക്കലി ഒരു റിംഗ് ലൈറ്റ് മേടിച്ചാൽ മതി, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് 200 രൂപയുള്ളൂ. ഡെർമഡോക്കിന്റെ ഈ ക്ലെൻസിംഗ് ബാർ യൂസ് ചെയ്യുന്നത്. ഇത് ഡെർമഡോക്കിന്റെ കോജിക് ആസിഡ് പ്ലസ് ഗ്ലൂട്ടാത്തയോൺ സോപ്പാണ്. ഇത് തുടങ്ങിയവന്മാർ കെമിസ്ട്രി ലാബ് കുണക്കാനായിട്ട് ഇനി മെറ്റാഫിറ്റാമിൻ കൂടി മുഖത്ത് കുണക്കാനുള്ളൂ. ഇത്രയൊക്കെ കമ്പനീന്റെ എത്ര ആസിഡാണ് ഒരു ദിവസം നിങ്ങൾ മുഖത്ത് വയ്ക്കുന്നത്? ഡ്യൂഡ്, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഈ ബാക്കി വരുന്ന ആസിഡ് ഒക്കെ ഇല്ലേ, ഇതൊക്കെ ഒരു ഏതെങ്കിലും ഒരു കെമിസ്ട്രി ലാബിലേക്ക് ഡൊണേറ്റ് ചെയ്യുക. ഇതാണ് സ്ട്രിക്സിന്റെ ഇൻവിസിബിൾ മാറ്റ് ജെൽ സൺസ്ക്രീൻ. ഇത് റെഡി ആവുമെന്ന് അറിയാൻ വേണ്ടി അവൾ ആദ്യം ഓറഞ്ചിന് മുകളിൽ പരീക്ഷിച്ച് നോക്കിട്ടോ. സൺസ്ക്രീൻ ഇട്ട ഭാഗത്ത് കാണാൻ പോസ്റ്റ് എല്ലാം ബ്ലർ ആയി പോകുന്നുണ്ട്, മറ്റേ സൈഡിലെല്ലാം വിസിബിൾ ആണ്. നമ്മുടെ സയന്റിസ്റ്റ് എത്തിയ അടുത്ത എക്സ്പെരിമെന്റ് ആയിട്ട് ഇപ്രാവശ്യം എന്ന് പറയുന്നത് ഓറഞ്ച് ആണ്. നിങ്ങളിപ്പോ പറയും ധോണി ബൂസ്റ്റിന് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, മറ്റേ സെലിബ്രിറ്റി പറയുന്ന പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഗൈസ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അത് ആഡ് ആണെന്ന് അത് അവരെവിടെയെങ്കിലും മൂലിക്ക് കൊടുത്തിട്ടുണ്ടാവും. അത് ആഡ് ആണ്, നമുക്ക് ക്ലിയർലി മനസ്സിലാവും അത് ആഡ് ആണെന്ന് ഒരു ഡിസ്ക്ലൈമർ കൊടുത്തിട്ടുണ്ടാവും. ഇതിലെവിടെ ഡിസ്ക്ലൈമർ? യൂട്യൂബിന്റെ ഇതിനകത്ത് ഇൻക്ലൂഡ് സ്പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറഞ്ഞൊരു സാധനം ടിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് എല്ലാ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബ് ചോദിക്കുക അതിനകത്ത് പ്രൊമോഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന്. അത് ടിക്ക് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഓഡിയൻസിന് മനസ്സിലായി ഈ വീഡിയോയിൽ കാണിക്കുന്നത് പ്രൊമോഷൻ ആണെന്ന്. പക്ഷെ അങ്ങനെ ചെയ്യത്തില്ല കിർക്കാൻ പറയും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ മറ്റേ പ്രൊമോഷൻ തരുന്ന ലക്ഷങ്ങളുണ്ടല്ലോ, അതിന്റെ പകുതി കട്ട് ചെയ്യും. ഇവര് പ്രൊമോട്ട് ചെയ്യണോണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല, ഇവരെന്തോ പ്രൊമോട്ട് ചെയ്തോട്ടെ. പക്ഷെ ഇൻക്ലൂഡ് പെയ്ഡ് പ്രൊമോഷൻ പറഞ്ഞ ഒരു സാധനം ടിക്ക് ചെയ്താണ് ആൾക്ക് മനസ്സിലുള്ളത് പ്രൊമോഷൻ ആണെന്ന്. സോ അത് എല്ലാ ബ്യൂട്ടി വ്ളോഗേഴ്സ് എല്ലാ പ്രൊമോഷൻ ചെയ്യുന്ന എല്ലാവരും അത് ചെയ്യാം. ഇവരേതെങ്കിലും ലോക്കൽ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്തിട്ട് ഇത് ഡെയിലി യൂസ് ചെയ്യുന്നതാണ് ഞങ്ങളുടെ വേൾഡ് സ്കിൻ ഇതാണ് റീസൺ എന്ന് പറഞ്ഞിട്ട് ഓഡിയൻസിനെ പറ്റിക്കും. മനസ്സിലായോ? ഓരോ ദിവസം ഓരോ ബ്യൂട്ടി വ്ളോഗേഴ്സ് ഓരോ ആസിഡും കൊണ്ട് നിങ്ങളുടെ മുഖത്ത് തേച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നവും തീരുന്നു പറഞ്ഞിട്ട്. പക്ഷെ അത് തേച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് ഒരു തേങ്ങി മാറാൻ പോകുള്ളൂ. ആകെ മാറുന്നത് അവരുടെ ജീവിതമായിരിക്കും. അവർ നിങ്ങളെയും പറ്റിച്ചുകൊണ്ട് റിച്ച് ആയിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. ശരിക്കും വല്ല ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇവര് പറഞ്ഞ ഒരു ആസിഡ് അവർ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം എന്താ? അവർക്കറിയാം ഇതൊന്നും ഒരു തേങ്ങയും ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെ ജസ്റ്റ് ഫാൻസി പ്രൊഡക്റ്റ് ആണ്. ഇവര് നമ്മുടെ അബ്നോർമൽ മൈൻഡിലേക്ക് അടിച്ചു തരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എന്നെ പോലെ ഫെയർ ആകാൻ പറ്റും, നിങ്ങൾക്ക് എന്നെ പോലെ ഗ്ലോ ആകാൻ പറ്റുന്നത്. ശരിക്കും അവരിങ്ങനെയൊന്നല്ല ഗ്ലോ ആയിരിക്കണം. അവർ കോജിക് ആസിഡ് മുഖത്ത് കൊണച്ചോണ്ടല്ല ഗ്ലോ ആയിരിക്കുന്നത്. അല്ലല്ല, ഞാൻ ഓപ്പൺ ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ലുക്കിലേക്ക് എന്താ കുഴപ്പം? ഓക്കെ, ലുക്ക് മാറ്റർ ആവുന്നില്ല എന്നൊന്നും പറയുന്നില്ല, ലുക്ക് മാറ്റർ ആവുന്നുണ്ട്. പക്ഷെ അത് നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നില്ല. അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നു അതാണ് നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത്, അല്ലാണ്ട് നിങ്ങളുടെ ലുക്കല്ല. ഇതിപ്പോ വിജയനൊക്കെ ഏറ്റവും കൂടുതൽ ലുക്കുള്ള എത്രയോ ആക്ടേഴ്സ് ഉണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ ഫാൻസ് ആയിരിക്കണം വിജയ്ക്കാണ്. കാരണം എന്താ? ഓൺലി യുവർ ആക്ഷൻസ് വിൽ ഡിഫൈൻസ് യു, നോട്ട് യുവർ ബ്യൂട്ടി. ഓക്കെ, വൈ ദിസ് വീഡിയോ? പണ്ട് ഞാൻ ഒരുപാട് ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അത് പ്രൊമോട്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ യൂട്യൂബിനകത്ത് നമ്മൾ വിചാരിച്ച പോലെ ഫണ്ടിങ് കിട്ടത്തില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ലൈക്ക് ഒരു പ്രോപ്പർ ഫണ്ടിങ് കിട്ടത്തില്ല പണ്ടൊന്നും. സ്പെഷ്യലി ഇതുപോലെ ഒരു റോസ്റ്റിംഗ് ചാനൽസിന് പ്രോപ്പർ ഫണ്ടിങ് കിട്ടത്തില്ല. ഫിനാൻഷ്യൽ ആൻഡ് വ്ളോഗേഴ്സിനായിരിക്കും നല്ല ഫണ്ടിങ് കിട്ടും. നമ്മളെ പോലുള്ള റോസ്റ്റേഴ്സിന് ഒട്ടും ഫണ്ടിങ് കിട്ടത്തില്ല. അതുകൊണ്ട് സർവൈവ് ചെയ്യാൻ വേണ്ടി പണ്ട് ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ കുറെ പേര് അത് പറയാൻ തുടങ്ങി തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് മാറിയത്. ഞാൻ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യാണ്ടിരിക്കുന്നത്. മനസ്സിലായോ? എൻ്റെ മുമ്പത്തെ വീഡിയോസ് ഇപ്പോഴത്തെ വീഡിയോസും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. കാരണം നിങ്ങൾ ഓരോ തെറ്റും എൻ്റെ അടുത്ത് ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ഞാൻ തിരുത്തിയിട്ട് ഈ ഒരു ലെവലിലേക്ക് ആവുന്നത്. ഇനി ഫ്യൂച്ചറിൽ ഞാൻ തെറ്റൊന്നും വരുത്തില്ല എന്നൊന്നും പറയുന്നില്ല. ഇനി ഫ്യൂച്ചറിൽ ഞാൻ ചിലപ്പോൾ തെറ്റ് വരുത്തായിരിക്കും. അത് നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ സോൾവ് ചെയ്യാനേ റെഡി ആയിരിക്കും. കാരണം എൻ്റെ എല്ലാം എന്ന് പറയുന്നത് എൻ്റെ ഓഡിയൻസ് ആണ്. നിങ്ങൾ പറയുന്നത് കേൾക്കല്ലാണ്ട് എനിക്ക് വേറെ വഴിയില്ല. സോ നിങ്ങളുടെ കയ്യിലാണ് അൾട്ടിമേറ്റ് പവർ ഉള്ളത്. നിങ്ങൾ ആ ക്രിയേറ്റർ ചെയ്യുന്ന തെറ്റിനെ ചൂണ്ടിക്കാണിച്ചു എന്ന് പറഞ്ഞാൽ ആ ക്രിയേറ്ററിനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഞാൻ പറയുന്നത് ഈ വീഡിയോയിൽ കാണിച്ചുള്ള ക്രിയേറ്ററിനെ പോയി ഹെയ്റ്റ് ചെയ്യാനല്ല. ഒരാൾ ചെയ്ത തെറ്റാണെങ്കിൽ ആ തെറ്റിന് മാത്രം ഹെയ്റ്റ് ചെയ്യുക, അയാളെ ഹെയ്റ്റ് ചെയ്യരുത്. ഞാൻ ഈ ക്രിയേറ്ററിന്റെ കാര്യമല്ല പറഞ്ഞു, ഞാൻ ജീവിതത്തെ കാര്യമാണ് പറഞ്ഞു. ജീവിതത്തെ ഒരാളെ ഹെയ്റ്റ് ചെയ്യരുത്, അയാളുടെ ആക്ഷൻസിനെ ഹെയ്റ്റ് ചെയ്തോ. പക്ഷെ അയാളെ ഹെയ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു തേങ്ങ കിട്ടാൻ പോകുന്നത്. എവരിവൺ ഡിസേർവ്സ് ആൻ അനദർ ചാൻസ്. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രയും മതി. ഗൈസ് പിന്നെ എഡിറ്റിംഗിന്റെ കാര്യം മറക്കണ്ട. പഠിക്കണം ഇൻട്രസ്റ്റ് ഉള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുത്തിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ ഗൈസ് ബിഗ് ബോസിനെ റോസ്റ്റ് ചെയ്യണ വേറൊരു കിടം വീഡിയോ കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ അടുത്തൊരു കിടിലും വീഡിയോ കാണാം. ഗൈസ് തട്ടലൊക്കെ വേറെ പോയില്ലേ വൈര്, നീ ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് പോ.